ഓൺലൈൻ ഡാറ്റാബേസായ നംബിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ 8ാം തവണയും എത്തിയത്. ആൻസർ അബുദാബി. അബുദാബിയാണ് ഓൺലൈൻ ഡാറ്റാബേസായ നംബിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരമായി തുടർച്ചയായ 8ാം തവണയും എത്തിയത്. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യൻ യുവജന കായികമേളയിൽ സ്വർണം നേടിയ മലയാളി താരം. ആൻസർ അലനിസ് ലില്ലി. അലനിസ് ലില്ലി സൈക്ലിങ്ങിലാണ് സ്വർണവും വെള്ളിയും നേടിയത്. ആരാണ്? അലനിസ് ലില്ലി. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സ്വർണം നേടിയ മലയാളി താരമാണ് അലനിസ് ലില്ലി. സൈക്ലിങ്ങിലാണ് സ്വർണവും വെള്ളിയും നേടിയത്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിതനായത്. ആൻസർ അനിൽകുമാർ ലഹോട്ടി. അനിൽകുമാർ ലഹോട്ടിയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിതനായത്. ആരാണ്? അനിൽകുമാർ ലഹോട്ടി. കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല. കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല. ആൻസർ പത്തനംതിട്ട. ഏതാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ആദ്യ തുളസി വനം ആരംഭിച്ചത്. 2024 ജനുവരിയിൽ ചിലിക ബേർഡ് ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. ആൻസർ ഒഡീഷ. ഒഡീഷയിലാണ് 2024 ജനുവരിയിൽ ചിലിക ബേർഡ് ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. എവിടെയാണ്? ഒഡീഷ. ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം 2 കോടി പിന്നിടുന്ന ആദ്യ ബാങ്ക്. ആൻസർ HDFC. HDFC ബാങ്കാണ് ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം 2 കോടി പിന്നിടുന്ന ആദ്യ ബാങ്ക്. ഏത് ബാങ്കാണ്? HDFC. 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വൻ നാശം വിതച്ച രാജ്യം. ആൻസർ ബ്രിട്ടൻ. ബ്രിട്ടനിലാണ് 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വൻ നാശം വിതച്ചത്. എവിടെയാണ്? ഏത് രാജ്യത്താണ്? ബ്രിട്ടൻ. 2024 ജനുവരിയിൽ ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം തടവ് ലഭിച്ച പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി. ആൻസർ ഇമ്രാൻ ഖാൻ. ഇമ്രാൻ ഖാനാണ് 2024 ജനുവരിയിൽ ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം തടവ് ലഭിച്ച പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി. ആരാണ്? ഇമ്രാൻ ഖാൻ. ടെന്നീസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായമേറിയ താരം. ആൻസർ രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായമേറിയ താരം. ഏറ്റവും പ്രായമേറിയ താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണ. അമ്മാമ്പാറ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് അമ്മാമ്പാറ സ്ഥിതി ചെയ്യുന്നത്. പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ആൻസർ ചമ്പൈ സോറൻ. ചമ്പൈ സോറനാണ് പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ആരാണ്? ചമ്പൈ സോറനാണ് പുതിയ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 1ാമതെത്തിയത്. ആൻസർ റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും 1ാമതെത്തിയത്. ആരാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്. മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത്. ആൻസർ ഇബ്രാഹിം ഇസ്കന്ദർ. ഇബ്രാഹിം ഇസ്കന്ദർ ആണ് മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത്. ആരാണ്? ഇബ്രാഹിം ഇസ്കന്ദർ. തുടർച്ചയായി 6 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന 2ാമത്തെ ധനമന്ത്രി. ആൻസർ നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനാണ് തുടർച്ചയായി 6 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന 2ാമത്തെ ധനമന്ത്രി. ആരാണ്? നിർമ്മല സീതാരാമൻ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. ആൻസർ സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം. ആൻസർ സുപ്രീം കോടതി. അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല. ആൻസർ കർണാടക. കർണാടകയിലാണ് അംഗസമുദ്ര പക്ഷി സംരക്ഷണ മേഖല. എവിടെയാണ്? കർണാടക.
അഘനാശിനി അഴിമുഖം. ആൻസർ കർണാടക. അതും കർണാടകയിൽ തന്നെയാണ്. അഘനാശിനി അഴിമുഖം എവിടെയാണ്? കർണാടക. മഗഡി കേരെ കൺസർവേഷൻ റിസർവ്. മഗഡി കേരെ കൺസർവേഷൻ റിസർവ്. ആൻസർ കർണാടക. കർണാടകയിലാണ് മഗഡി കേരെ കൺസർവേഷൻ റിസർവ്. കരൈവെട്ടി പക്ഷി സങ്കേതം. ആൻസർ തമിഴ്നാട്. കരൈവെട്ടി പക്ഷി സങ്കേതം തമിഴ്നാട്. ലോഗ്വുഡ് ഷോല റിസർവ്. ആൻസർ തമിഴ്നാട്. ലോഗ്വുഡ് ഷോല റിസർവ് തമിഴ്നാട്. 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി നേടിയത്. ആൻസർ ഗൗരി പാർവതി ബായി. ഗൗരി പാർവതി ബായി ആണ് 2024 ഫെബ്രുവരിയിൽ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഷെവലിയർ ബഹുമതി നേടിയത്. ആരാണ്? ഗൗരി പാർവതി ബായി. 2024 ഫെബ്രുവരിയിൽ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത്. ആൻസർ മനോജ് ജാദവേദർ. മനോജ് ജാദവേദർ ആണ് 2024 ഫെബ്രുവരിയിൽ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹനായത്. ഓസ്ട്രേലിയയിൽ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി. ആൻസർ ഡോക്ടർ കുരുവിള മാത്യു. ഡോക്ടർ കുരുവിള മാത്യു ആണ് ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയ മലയാളി. ആരാണ്? ഡോക്ടർ കുരുവിള മാത്യു. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത്. ആൻസർ വായിൽ അൽ ദഹ്ദൂദ്. ആരാണ്? വായിൽ അൽ ദഹ്ദൂദ് ആണ് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത്. ആരാണ്? വായിൽ അൽ ദഹ്ദൂദ്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം. ആൻസർ USA. USA ആണ് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം. ഏതാണ്? USA.